വിവാദങ്ങൾക്കിടെ നഴ്സുമാരുടെ സംഘടനയായ UNAയുടെ ജനറൽ കൌൺസിൽ യോഗം അല്പസമയത്തിനകം തൃശൂരിൽ ആരംഭിക്കും. പണമിടപാടിലെ ക്രമക്കേടുകളെക്കുറിച്ച് ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ കണക്കുകൾ യോഗത്തിൽ അവതരിപ്പിച്ചേക്കും. സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, ഈ യോഗത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ചും കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്ന ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിൽ വിശദമായി തന്നെ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമോ? ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കപ്പെടുമോ യോഗത്തിൽ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘടനയ്ക്കിടയിൽ പണമിടപാട് സംബന്ധിച്ച ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണം വിശദമായി ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. UNAയുടെ ജനറൽ കൌൺസിൽ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ഇതിനുള്ള എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 3 കോടിയോളം രൂപ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വഴിവിട്ട് നൽകി എന്നാണ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന സിബി മുകേഷിന്റെ ആരോപണം. 2017 ഏപ്രിൽ മുതൽ ഈ വർഷം ജനുവരി 31 വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തെളിവായി നൽകിക്കൊണ്ടാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ ഡ്രൈവർക്ക് 59 ലക്ഷം രൂപ നൽകിയെന്നും 68 ലക്ഷം രൂപ അംഗത്വ ഫീസായി പിരിച്ചു. അത് പ്രളയ ദുരിതാശ്വാസത്തിന് കൊടുക്കാനുള്ള പണം ഉൾപ്പെടെയുള്ളവയാണ് മുക്കിക്കളഞ്ഞത് എന്നുമാണ് പരാതിയിൽ പറയുന്നത്. പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ജനറൽ കൌൺസിൽ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കും. ഒപ്പം തന്നെ അംഗങ്ങൾക്ക് ബാലൻസ് ഷീറ്റിന്റെ കോപ്പി നൽകാനും നേതൃത്വം ആലോചിക്കുന്നുണ്ട്. യോഗത്തിന് മുന്നോടിയായി ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിലെ അഭിഭാഷകരുമായി ചർച്ച നടത്തിയിരുന്നു. അഭിഭാഷകരുടെ അവകാശ സംരക്ഷണത്തിനായി രൂപം കൊണ്ട സംഘടന പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പ്രതിരോധത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. എന്തായാലും സംഘടനയ്ക്കുള്ളിൽ ഇന്ന് നടക്കുന്ന യോഗത്തിനിടെ വാക്ക് തർക്കങ്ങളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. നിലവിൽ കുറച്ചുപേരെങ്കിലും പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നും അറിയുന്നു. എങ്കിലും ഇക്കാര്യങ്ങളെല്ലാം വഴിയെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സുവി വിശ്വാസാണ് വിവരങ്ങൾ നൽകിയത്.